കുട്ടികൾക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ മുട്ടയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, മുട്ടയിൽ കാണുന്ന അബ്നോർമാലിറ്റീസ് ഏതൊക്കെയാണ് എന്നത് പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻക്യുബേഷന് മുന്നായി അല്ലെങ്കിൽ മുട്ട വിരിയിക്കാൻ വയ്ക്കുന്നതിന് മുൻപായി പ്രധാനപ്പെട്ട ചില സ്റ്റെപ്സ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. ആദ്യത്തെ സ്റ്റെപ്പ് കാൻഡ്ലിംഗ്. എക്സാമിനേഷൻ ഓഫ് എഗ്സ് ബിഫോർ എ ലൈറ്റ് സോഴ്സ്, അതാണ് കാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രകാശ സ്രോതസ്സിന് മുന്നിൽ വെച്ച് മുട്ടയുടെ ക്വാളിറ്റി പരിശോധിക്കുന്നതിനെയാണ് കാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി സാധാരണ ഉപയോഗിക്കുന്നത് എഗ് കാൻഡ്ലർ എന്ന പേരുള്ള ഒരു ഉപകരണമാണ്. ഒരു ഇരുട്ട് മുറിയിൽ വെച്ചായിരിക്കും എഗ് കാൻഡ്ലർ ഉപയോഗിച്ച് മുട്ട കാൻഡിൽ ചെയ്യുന്നത്. സാധാരണ വിരിയിക്കാൻ വെക്കുന്ന മുട്ടകളിൽ വിരിയിക്കാൻ വച്ചതിന് ശേഷം 7ാമത്തെ ദിവസവും 18ാമത്തെ ദിവസവുമാണ് കാൻഡ്ലിംഗ് നടത്തുന്നത്. ഏഴാമത്തെ ദിവസത്തെ എഗ് കാൻഡ്ലിംഗിന്റെ ഉദ്ദേശ്യം ഇൻഫെർട്ടൈൽ ആയിട്ടുള്ളതും ഏർലി ഡെഡ് എംബ്രിയോസ് ഉള്ളതുമായ മുട്ടകളെ ഇൻക്യുബേറ്ററിൽ വെക്കുന്നതിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളതാണ്. ലൈവ് എംബ്രിയോ ഉള്ള മുട്ടയാണെങ്കിൽ കാൻഡ്ലറിന് മുന്നിൽ വെച്ച് നോക്കുമ്പോൾ സ്പൈഡർ ലൈക്ക് അപ്പിയറൻസ് ചിത്രത്തിൽ കാണുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയും. എംബ്രിയോ സ്പൈഡറിന്റെ ബോഡി പോലെയും റേഡിയേറ്റിംഗ് ബ്ലഡ് വെസൽസ് സ്പൈഡറിന്റെ കാലുകൾ പോലെയും കാണാൻ കഴിയും. എഗ് കാൻഡ്ലിംഗ് ലാമ്പിന് മുന്നിൽ വെച്ച് മുട്ട റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എംബ്രിയോ ഫ്ലോട്ട് ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഇൻഫെർട്ടൈൽ എഗ്. ഇൻഫെർട്ടൈൽ എഗ് വളരെ ക്ലിയർ ആയി ഒഴുകി നടക്കുന്ന ഒരു യോക്ക് ഷാഡോയാണ് എഗ് കാൻഡ്ലിംഗ് ലാമ്പിന് മുന്നിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏർലി ഡെഡ് എംബ്രിയോസ്. ഏർലി ഡെഡ് എംബ്രിയോസിൽ ലൈവ് എംബ്രിയോയിൽ കാണുന്നത് പോലെ സ്പൈഡർ ലൈക്ക് അപ്പിയറൻസ് നമുക്ക് കാണാൻ സാധിക്കില്ല. ബ്ലഡ് വെസൽസ് കാണില്ല. ഡെഡ് എംബ്രിയോ മുട്ടയുടെ പുറന്തോടിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായും ചിത്രത്തിൽ കാണുന്നത് പോലെ അതിനു ചുറ്റുമായി പിങ്ക് റിങ്സും കാണാൻ സാധിക്കും. ഈ പിങ്ക് റിങ്സ് ഡെഡ് ബ്ലഡ് വെസൽസ് ആണ്. ഇനി അടുത്ത കാൻഡ്ലിംഗ് ചെയ്യുന്നത് 18ാമത്തെ ദിവസമാണ്. 18ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ മുട്ടയിലെ എംബ്രിയോയുടെ വളർച്ച ഏതാണ്ട് പൂർത്തിയാകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ കാൻഡ്ലിംഗിൽ മുട്ടയുടെ ഏതാണ്ട് മുഴുവൻ ഭാഗവും മൂടുന്ന രീതിയിലുള്ള ഒരു എംബ്രിയോ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. മുട്ട കാൻഡ്ലിംഗ് ലാമ്പിന് മുന്നിൽ വെച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എംബ്രിയോയും മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. മുട്ടകളെ ഗുണം അല്ലെങ്കിൽ വലിപ്പം അനുസരിച്ച് പല വിഭാഗങ്ങളിലായി തരംതിരിക്കുന്നതിനെയാണ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഒരേ തരത്തിലുള്ള മുട്ടകളെ ഒരുമിച്ച് പാക്ക് ചെയ്യുന്നതിനും വില നിശ്ചയിക്കുന്നതിനും വിലയ്ക്കനുസരിച്ചുള്ള ഗുണമേന്മ ഉറപ്പുവരുത്താനും ഗ്രേഡിംഗ് സഹായിക്കുന്നു. മുട്ടത്തോടിന്റെ വൃത്തിയും കടുപ്പവും, മുട്ടവെള്ളയുടെ ഉറപ്പ്, യോക്കിന്റെ സ്ഥാനം, ബ്ലഡ് സ്പോട്ട്, മീറ്റ് സ്പോട്ട്, എയർ സെല്ലിന്റെ വലിപ്പം, മുട്ടയുടെ വെയിറ്റ്, ഇതൊക്കെയാണ് ഗ്രേഡിംഗിന്റെ സാധാരണ മാനദണ്ഡങ്ങൾ. താഴെ പറയുന്നത് 4 ക്വാളിറ്റി ഫാക്ടേഴ്സിനെ അടിസ്ഥാനമാക്കി ഗ്രേഡ് എ, ഗ്രേഡ് ബി എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലായി മുട്ടയെ തരംതിരിക്കുന്നതാണ്. ആദ്യത്തെ ക്വാളിറ്റി ഫാക്ടർ ഷെൽ അഥവാ മുട്ടയുടെ പുറന്തോട്. വൃത്തിയുള്ളതും ഉറപ്പുള്ളതുമായ പുറന്തോടുള്ള മുട്ടകളും നോർമൽ ഷേപ്പിലുള്ള മുട്ടകളെയും ഗ്രേഡ് എ വിഭാഗത്തിൽ പെടുത്തുന്നു. മീഡിയം വൃത്തിയുള്ളതും അബ്നോർമൽ ഷേപ്പുള്ളതുമായ മുട്ടകളെ ഗ്രേഡ് ബി വിഭാഗത്തിൽ പെടുത്തുന്നു. രണ്ടാമത്തെ ക്വാളിറ്റി ഫാക്ടർ എയർ സെൽ. 4 മില്ലിമീറ്ററോ അതിൽ കുറവോ ഡെപ്ത് ഉള്ളതും റെഗുലർ ആയിട്ടുള്ളതുമായ എയർ സെൽ ഉള്ള മുട്ടകളെ ഗ്രേഡ് എ വിഭാഗത്തിൽ പെടുത്തുന്നു. 8 മില്ലിമീറ്ററോ അതിൽ കുറവോ ഡെപ്ത് ഉള്ള എയർ സെൽ ഉള്ള മുട്ടകളെ ഗ്രേഡ് ബി വിഭാഗത്തിൽ പെടുത്തുന്നു. മൂന്നാമത്തെ ക്വാളിറ്റി ഫാക്ടർ ആൽബുമിൻ അഥവാ മുട്ടവെള്ള. ക്ലിയർ ആയിട്ടുള്ളതും ഉറപ്പുള്ളതുമായ മുട്ടവെള്ളയുള്ള മുട്ടകളെ ഗ്രേഡ് എ വിഭാഗത്തിൽ പെടുത്തുന്നു. ക്ലിയർ ആയിട്ടുള്ളതും എന്നാൽ കുറച്ച് ഉറപ്പ് കുറഞ്ഞതുമായ ആൽബുമിൻ ഉള്ള മുട്ടകളെ ഗ്രേഡ് ബി വിഭാഗത്തിൽ പെടുത്തുന്നു. നാലാമത്തെ ക്വാളിറ്റി ഫാക്ടർ യോക്ക് അഥവാ മുട്ടയുടെ മഞ്ഞക്കരു. വെൽ സെന്റേഡ് ആയിട്ടുള്ളതും ഡിഫക്റ്റ് ഫ്രീ ആയിട്ടുള്ളതുമായ യോക്കിനെ ഗ്രേഡ് എ വിഭാഗത്തിലുള്ള മുട്ടകളെ പെടുത്തുന്നു.
അതേസമയം സ്ലൈറ്റ്ലി ഓഫ് സെന്റേഡ് യോക്കുള്ള മുട്ടകളെ ഗ്രേഡ് ബി വിഭാഗത്തിൽ പെടുത്തുന്നു. സെലക്ഷൻ ഓഫ് ഹാച്ചിങ് എഗ്സ്. വിരിയിക്കാൻ വയ്ക്കുന്ന മുട്ടകളുടെ തിരഞ്ഞെടുപ്പ് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ്. ഹാച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ കോഴിക്കുഞ്ഞ് വിരിഞ്ഞ് പുറത്തു വരാനുള്ള മുട്ടയുടെ കഴിവാണ്. ചില പ്രത്യേകതരം സവിശേഷതകൾ മുട്ടകളുടെ ഹാച്ചബിലിറ്റിയെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. പ്രധാനമായും 4 കാര്യങ്ങളാണ് ഇൻക്യുബേറ്ററിൽ വയ്ക്കേണ്ട മുട്ടകളിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമത്തേത് സൈസ് ഓഫ് എഗ്സ്. വളരെ വലുതും വളരെ ചെറുതുമായ മുട്ടകൾക്ക് ഹാച്ചബിലിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ മീഡിയം സൈസുള്ള 50 മുതൽ 55 ഗ്രാം വരെ വെയിറ്റ് ഉള്ള മുട്ടകളെ വേണം ഇൻക്യുബേറ്ററിൽ വയ്ക്കാനായി തിരഞ്ഞെടുക്കേണ്ടത്. വളരെ വലിയ മുട്ടകളിലും തിക്ക് വൈറ്റ് പോർഷന്റെ അളവ് കൂടുതലായിരിക്കും. വളരെ ചെറിയ മുട്ടകളിൽ തിക്ക് വൈറ്റ് പോർഷന്റെ അളവ് കുറവായിരിക്കും. ഇത് രണ്ടും ഹാച്ചബിലിറ്റിയെ പ്രതികൂലമായി ബാധിക്കും. രണ്ടാമത്തേത് ഷേപ്പ് ഓഫ് എഗ്സ്. സാധാരണ മുട്ടയുടെ ഷേപ്പ് ഒവോയിഡ് ആണ്. ഒവോയിഡ് ഷേപ്പിലുള്ള മുട്ടകൾ വേണം ഇൻക്യുബേറ്ററിൽ വയ്ക്കാനായി തിരഞ്ഞെടുക്കേണ്ടത്. അബ്നോർമൽ ഷേപ്പുള്ള മുട്ടകളെ ഒഴിവാക്കുകയാണ് വേണ്ടത്. ചെറിയ ഷേപ്പ് വ്യത്യാസമുള്ള മുട്ടകളും ഇൻക്യുബേറ്ററിൽ വയ്ക്കുന്നതിൽ പ്രശ്നമില്ല. അടുത്തത് ഷെൽ ക്വാളിറ്റി. നല്ല ബലമുള്ളതും പൊട്ടിപ്പോകാത്ത പുറന്തോടുള്ളതുമായ മുട്ടകളെ വേണം ഇൻക്യുബേറ്ററിൽ വയ്ക്കാനായി തിരഞ്ഞെടുക്കേണ്ടത്. മുട്ടയുടെ പുറന്തോട് ക്ലീൻ ആയിരിക്കണം. കോഴിക്ക് കൊടുക്കുന്ന കാൽഷ്യത്തിന്റെ അളവ് കുറഞ്ഞു പോയാൽ മുട്ടയുടെ പുറന്തോടിന്റെ കട്ടി കുറഞ്ഞു പോവുകയും വളരെ വേഗം മുട്ടത്തോട് പൊട്ടിപ്പോവുകയും ചെയ്യും. ക്ലീൻ അല്ലാത്ത മുട്ടകളാണ് വിരിയിക്കാൻ വയ്ക്കുന്നതെങ്കിൽ പോഴ്സ് അടഞ്ഞു പോകുന്നത് കൊണ്ട് എംബ്രിയോയുടെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത പോയിന്റ് ഇന്റീരിയർ ക്വാളിറ്റി. കാൻഡ്ലിംഗ് വഴിയാണ് നമ്മൾ സാധാരണ രീതിയിൽ ഇന്റീരിയർ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. ഡിസ്റ്റിങ്ക്റ്റ് അല്ലാത്ത യോക്ക് ഷാഡോ, സ്മോൾ എയർ സെൽ, ഗുഡ് ആൽബുമിൻ കണ്ടീഷൻ, ഇതൊക്കെയാണ് ഇന്റീരിയർ ക്വാളിറ്റിയിൽ ചെക്ക് ചെയ്യുന്നത്. അടുത്ത പോർഷൻ ഇൻക്യൂബേഷൻ അല്ലെങ്കിൽ മുട്ട വിരിയിക്കുന്ന പ്രക്രിയ. പ്രധാനമായും 2 രീതിയിലാണ് ഇൻക്യൂബേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് നാച്ചുറൽ മെത്തേഡും രണ്ടാമത്തേത് ആർട്ടിഫിഷ്യൽ മെത്തേഡും. നാച്ചുറൽ ഇൻക്യൂബേഷനിൽ ബ്രൂഡിനെസ് അല്ലെങ്കിൽ അടയിരിക്കാനുള്ള കഴിവുള്ള കോഴികളെ ഉപയോഗിച്ച് മുട്ട വിരിയിക്കുന്നു. ആവശ്യത്തിന് ഭാരമുള്ള ആരോഗ്യമുള്ള കോഴികളെയാണ് മുട്ട വിരിയിക്കാനായി ഉപയോഗിക്കുന്നത്. മുള കൊണ്ടുള്ളതോ തടി കൊണ്ടുള്ളതോ ആയ നെസ്റ്റ് ബോക്സ് ബെഡിംഗ് മെറ്റീരിയൽ വെച്ച് തയ്യാറാക്കി കൊടുക്കേണ്ടത് നാച്ചുറൽ ഇൻക്യുബേഷനിൽ അത്യാവശ്യമാണ്. 30 മിനിറ്റ് കൂടുമ്പോൾ കോഴിയെ പുറത്തെടുത്ത് ആഹാരം, വെള്ളം എന്നിവ കൊടുക്കണം. ചൂടുകാലത്ത് മുട്ടയ്ക്ക് മുകളിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുകയും വേണം. സാധാരണയായി ഒരു കോഴിക്ക് 10 മുതൽ 15 വരെ മുട്ടകൾ അടയിരിക്കാനായി നാച്ചുറൽ ഇൻക്യുബേഷൻ മെത്തേഡിൽ വയ്ക്കാവുന്നതാണ്. രണ്ടാമത്തേത് ആർട്ടിഫിഷ്യൽ ഇൻക്യുബേഷൻ. ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് അല്ലെങ്കിൽ കൃത്രിമമായ ചൂടും ആർദ്രതയും കൊടുത്ത് മുട്ട വിരിയിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ആർട്ടിഫിഷ്യൽ ഇൻക്യുബേഷൻ. ആർട്ടിഫിഷ്യൽ ഇൻക്യുബേഷന് വേണ്ടി സാധാരണ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റേഴ്സിന് 2 ടൈപ്പാണുള്ളത്. ഒന്നാമത്തേത് സെക്ഷണൽ ടൈപ്പും രണ്ടാമത്തേത് ക്യാബിനറ്റ് ടൈപ്പും. സെക്ഷണൽ ടൈപ്പ് ഇൻക്യുബേറ്ററിൽ 50 മുതൽ 500 മുട്ടകൾ വരെ ഒറ്റ ലെയറിൽ വയ്ക്കാൻ പറ്റുന്ന രീതിയാണുള്ളത്. ചെറിയ കപ്പാസിറ്റി ആയിരിക്കും സെക്ഷണൽ ടൈപ്പിനുള്ളത്. എയർ മൂവ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ സ്റ്റിൽ എയർ ടൈപ്പ് എന്നും പറയാറുണ്ട്. ചൂട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹോട്ട് വാട്ടർ ടാങ്കുകളോ ഹോട്ട് എയർ ട്യൂബ്സോ ആണ് ഉപയോഗിക്കുന്നത്. ടെമ്പറേച്ചർ റെഗുലേഷന് വേണ്ടി തെർമോസ്റ്റാറ്റും ഹ്യൂമിഡിറ്റി മെയിൻ്റനൻസിന് വേണ്ടി വാട്ടർ പാനും ആണ് ഉപയോഗിക്കുന്നത്. വെന്റിലേഷന് വേണ്ടി എയർ ഇൻലെറ്റ്സും എക്സോസ്റ്റും സെക്ഷണൽ ടൈപ്പ് ഇൻക്യുബേറ്റേഴ്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് ക്യാബിനറ്റ് ടൈപ്പ് ഇൻക്യുബേറ്റേഴ്സ്. എയർ ഫ്ലോ ഉള്ളത് കൊണ്ട് തന്നെ
ക്യാബിനറ്റ് ടൈപ്പ് ഇൻക്യുബേറ്റേഴ്സിനെ ഫോഴ്സ്ഡ് ഡ്രാഫ്റ്റ് ഇൻക്യുബേറ്റേഴ്സ് എന്നും പറയാറുണ്ട്. പല പല നിരകളായി എഗ് ട്രേ വയ്ക്കാൻ പറ്റുന്നത് കൊണ്ട് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ മുട്ടകൾ വിരിയിച്ചെടുക്കാനുള്ള സൗകര്യം ക്യാബിനറ്റ് ടൈപ്പ് ഇൻക്യുബേറ്റേഴ്സിൽ ഉണ്ട്. ടെമ്പറേച്ചർ കൺട്രോളിന് വേണ്ടി തെർമോസ്റ്റാറ്റും ഹ്യൂമിഡിറ്റി കൺട്രോളിന് വേണ്ടി ഹ്യൂമിഡിസ്റ്റാറ്റും വെന്റിലേഷന് വേണ്ടി എയർ ഇൻലെറ്റും എക്സോസ്റ്റും ക്യാബിനറ്റ് ടൈപ്പ് ഇൻക്യുബേറ്റേഴ്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഈ കാണിച്ചിരിക്കുന്നത് സെക്ഷണൽ ടൈപ്പ് ഇൻക്യുബേറ്ററിന്റെയും ക്യാബിനറ്റ് ടൈപ്പ് ഇൻക്യുബേറ്റേഴ്സിന്റെയും ചിത്രങ്ങളാണ്. ക്യാബിനറ്റ് ടൈപ്പ് ഇൻക്യുബേറ്റേഴ്സിൽ മുട്ട ടേൺ ചെയ്യിക്കുന്നതിന് വേണ്ടി മെക്കാനിക്കൽ ആയതോ ഓട്ടോമാറ്റിക് ആയതോ ആയ സംവിധാനങ്ങൾ കാണുന്നതാണ്. ഇനി അടുത്തതായി പറയാൻ പോകുന്നത് വിവിധ സ്പീഷീസിലുള്ള പൗൾട്രിയുടെ ഇൻക്യുബേഷൻ പീരീഡ്സ് ആണ്. ചിക്കൻ അല്ലെങ്കിൽ കോഴികൾക്ക് 21 ദിവസമാണ് മുട്ട വിരിഞ്ഞ് കുഞ്ഞു പുറത്തു വരാനുള്ള സമയം. ഡക്സിനാണെങ്കിൽ അത് 28 ദിവസം. മസ്കോവി ഡക്കിനാണെങ്കിൽ 35 ദിവസം. ടർക്കി 28 ദിവസം. ഗിനി ഫൗൾ 28 ദിവസം. കൊയൽ 18 ദിവസം. Questions. ഒന്നാമത്തെ question. In a hatchery, you are directed to select good quality fertile eggs for incubation. Write name of the process and explain about the process. ഒരു ഹാച്ചറിയിൽ ഗുണമേന്മയുള്ള ഫെർട്ടൈൽ ആയ എഗ്സ് വിരിയിക്കാൻ വെക്കുന്നതിനായി തിരഞ്ഞെടുക്കാൻ നിങ്ങളെ ചുമതല ഏൽപ്പിക്കുന്നു. എന്ത് പ്രോസസ്സാണ് നിങ്ങൾ ഇതിനായി ചെയ്യാൻ പോകുന്നത്? ആ പ്രോസസ്സിനെ കുറിച്ച് വിശദീകരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ. Write about the criteria for selecting hatching eggs. മുട്ട വിരിയിക്കാൻ വെക്കുന്നതിന് തിരഞ്ഞെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണ്? തേർഡ് ക്വസ്റ്റ്യൻ. Differentiate between sectional type and cabinet type incubators. സെക്ഷണൽ ടൈപ്പ് ഇൻക്യുബേറ്റേഴ്സും ക്യാബിനറ്റ് ടൈപ്പ് ഇൻക്യുബേറ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപികയോട് ചോദിച്ച് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.